ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല. പുറത്ത് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടേനു. അപ്പം ഞാൻ രാവിലെ തന്നെ നാശ്തയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡെല്ലാം വേഗം ആക്കി വെച്ചിട്ട് എനിക്ക് കോട്ടൻ്റെ ഡ്രസ്സ് വാങ്ങിനേനു. അപ്പോൾ അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോറിഗല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നതാണ്. ബോറിഗല്ലി എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് സൈഡ് ഒരുപാട് ഷോപ്പിംഗ്സ് ഐറ്റംസ് ഉള്ള സ്ഥലമാണ്. കുറേ ഉണ്ട്, എന്ത് ഐറ്റംസും നമുക്ക് അവിടെ കിട്ടും. ഒരു മുട്ട് സൂചി മുതൽ വീട്ടിലെ ഫർണിച്ചർ വരെ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഒന്നിനും നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവണ്ട. എന്താവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഗോൾഡ് ജ്വല്ലറീൻ്റെ ഷോപ്പുണ്ട്. ഒരു സൈഡ് മൊത്തം ജ്വല്ലറി ഷോപ്പാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു 1/2 കിലോമീറ്ററോളം ലൈനായിട്ട്. പിന്നെ ഇത് ഫാൻസി ഐറ്റംസാണ്. ചെറിയ എന്താ പറയണ്ടേ, 10 രൂപേൻ്റെ കമ്മൽ മാല മുതൽ 10,000 രൂപേൻ്റെ ഫാൻസി ഐറ്റംസ് വരെ ഉണ്ട് ഇവിടെ. ചെറിയ പൈസയിലും വാങ്ങാം, ഹോൾസെയിലായിട്ടും വാങ്ങാം, ഹോൾസെയിൽ അല്ലാതെയും വാങ്ങാം. അപ്പോൾ അതിൽ കൂടി പോകുമ്പോൾ ഞാൻ എപ്പം പോകുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണം, ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് ഇടണം കുറച്ച് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. അങ്ങനെ അന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് വലിയ തിരക്കൊന്നുമില്ല. ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് പോയതുകൊണ്ട് നല്ല സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ നിന്നതാണ് ഞാൻ. അപ്പോൾ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാൻ പോകേണ്ടത് ഒരു താരാമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലോട്ട് ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അതും പരതി ഇങ്ങനെ നടക്കലാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കലില്ല. ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങുന്നതുകൊണ്ട് കുറേ മുന്നേ പോയതാണ്. അവിടെ പോയാലേ എനിക്ക് അടിച്ചാൽ കോട്ടൻ്റെ ഡ്രസ്സെല്ലാം ശരിയാവുള്ളൂ. അപ്പം ഞാൻ അനിയത്തിൻ്റെ മോനെയും കൂട്ടിയിട്ട് പോയതാണ്. അപ്പം ഞാനിങ്ങനെ നടക്കൽ തന്നെ, ഒന്നും നോക്കുന്നില്ല, വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കൽ തന്നെ. അപ്പോൾ അനിയത്തിൻ്റെ മോൻ എന്നോട് പറയും, മമ്മി നമ്മൾ ഇതിൽ കൂടി ഇതിൽ മുന്നേ ഒക്കെ കറങ്ങി തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഫാൻസി ഐറ്റംസ്, ഫാൻസി മാലകൾ നല്ല എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് മംഗൾസൂത്ര, ഇങ്ങോട്ട് മംഗൾസൂത്രം മറ്റേ കരിമണി മാലയില്ലേ അത് കുറച്ച് കൂടുതലാണ്. ഇങ്ങോട്ടുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ യൂസ് ചെയ്യും. അത് ഫാൻസി ആയാലും ഗോൾഡിലായാലും അത് യൂസ് ചെയ്യും. കല്യാണം കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്, ഇടണം. നമ്മളെ നാട്ടിൽ എന്താ താലിയിടുന്നത് പോലെയാണ് ഇവിടെ മംഗൾസൂത്രം അതന്നെ. പക്ഷെ ഇവിടുത്തത് കരിമണിമാല, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിക്കാൻ കൊടുക്കാനുള്ള കവറും പിടിച്ചിട്ടാണ് ഇതിലെ കൂടി ഇങ്ങനെ നടക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഞാൻ തളർന്നു പോയതിന് ശേഷം ഒരാളോട് അവിടെ ഷോപ്പിൽ ചോദിച്ചു, ഈ താരാമോള എവിടെയാണെന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങളത് തൊട്ട ബാക്കിലത്തെ ഗല്ലി തന്നെയാണെന്ന് പറഞ്ഞു. ഒരു ഗലിയിലൂടെ പോയാൽ വേറൊരു ഗലിയിലേക്ക് കയറും. അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കാണ് ഉണ്ടാകുക. ഇത് രാവിലെ തന്നെ ഞാൻ പോയോണ്ട കുറച്ച് തിരക്ക് കുറവ്. വണ്ടികൾ വരുന്നതും ആൾക്കാരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. ഇതിൽ കൂടി നടക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം. ഞങ്ങൾ തളർന്ന് പോയിട്ടുണ്ടായിരുന്നു, നടന്നിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുറത്തൊന്നും പോയില്ല. അങ്ങനെ ജ്യൂസ്, വെള്ളം ബോട്ടിൽ തണുത്തത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങും, അല്ലാണ്ട് വേറൊന്നും വാങ്ങി കഴിക്കില്ല. മോനിക്ക് ഞാൻ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവനാകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോൾസെയിലും നമുക്ക് കിട്ടും, ഹോൾസെയിൽ അല്ലാതെയും കിട്ടും. അപ്പം വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് സ്കേറ്റിംഗ് ഷൂ ഇല്ലേ മറ്റേ, അത് പ്രാക്ടീസ് ആക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വീഴാതെ ഇങ്ങനെ പ്രാക്ടീസ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് ചോട്ട് കയറി നിൽക്കലാണ്. ഇതെന്താ ഈ അത്ഭുതം, ഇതെന്താ ഈ കുന്തൊന്ന് ഉയർത്തി. അപ്പോൾ അത് കിച്ചണിലോട്ട് പോകുമ്പോൾ മൂപ്പരും എല്ലാം കിച്ചണിൽ പോയി നോക്കുന്നുണ്ട്. ഇതെവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞാനും കുട്ടികളും എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിന്. അനിയത്തിൻ്റെ 2 കുട്ടികൾക്ക് മെട്രോയിലും പോകണം, പാർക്കിലും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും മെട്രോയിൽ പോകണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പാർക്കിലോട്ട് പോവാം, നിങ്ങൾ എൻ്റെ മോനോട് പറഞ്ഞ് കുട്ടികളെ 2 പേരെയും മെട്രോയിൽ കൂട്ടിപ്പോയിട്ട് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങളുള്ളത്. ഇത് എൻ്റെ മോളെ ബാഗാണ്. അപ്പോൾ അനിയത്തിൻ്റെ മോൾക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അവളെ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്, അവൾ ബാഗിലിങ്ങനെ കാണിച്ചു തരുന്നതാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയേക്കുള്ള ഫുഡും ആക്കി വെച്ച് പാർക്കിലേക്ക് വന്ന് ഞാനും എൻ്റെ മോളും കൂടി പാർക്കിൽ വന്ന്. പിന്നെ മോനും അനിയത്തിൻ്റെ 2 കുട്ടികളും കൂടി മെട്രോയിൽ പോയി.
കുട്ടിക്ക് മെട്രോയിൽ പകൽ കാണണം എന്ന് പറഞ്ഞ്. രാത്രി പോകണ്ട, പകൽ കാണണം, എങ്ങനെയാണ് മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കാണുക എന്നല്ല ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കളിക്കുക. കുട്ടികളില്ലാത്തതുകൊണ്ട് എങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. നമ്മളൊരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടെ ഇരിക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു, ചെയറുണ്ടായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു നമ്മൾ പാർക്കിൽ. ഇത് സരസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പൂനെയിലെ ഏറ്റവും വലിയ പാർക്കാണെന്ന് വിചാരിക്കണ്ടേ. ഇത് വലിയ സ്ഥലം, ഒരുപാട് സ്ഥലമാണ്. മൊത്തമൊന്നും ഞാൻ കറങ്ങിയിട്ടില്ല. കുട്ടികൾ വന്നതിന് ശേഷം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി. അതുവരെ ഞാനും അനുമോളും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഇവർക്ക് മെട്രോയിലൊന്നും പോയിട്ട് മതിയായിട്ടില്ല. ആർക്ക്? കുട്ടികൾക്ക്. മോനെ അവരെയും കൊണ്ട് ഒരു 3-4 റൗണ്ട് മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ വരുന്നത് കാത്തുനിന്ന് പിന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് മടുപ്പായി. പിന്നെ കുറച്ച് വൈകുന്നേരം ആയതിന് ശേഷം ഒരു റൗണ്ട് അടിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് മോളെയും കൂട്ടിയിട്ട് ഒരു റൗണ്ട് അടിക്കാൻ വന്നതാണ്. അതിലെ കൂടി കറങ്ങി തിരിയിട്ട് പിന്നെയും നമ്മൾ പോയിട്ട് ഇരുന്നത് ആ സൈഡിലോട്ട് തന്നെയാണ്. ഇതൊരു വലിയ പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വലിയൊരു അമ്പലമുണ്ട്. വലിയൊരമ്പലം, നല്ല ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നെ ഒരിക്കലും ആ വീഡിയോ എടുത്തിട്ട് ഇടാം ഞാൻ. പിന്നെ കുറേ സ്ഥലമുണ്ട് ഇരിക്കാനും കളിക്കാനും നടക്കാനും വാക്കിംഗ് ആക്കാൻ. രാവിലെ വരുന്ന ആൾക്കും എക്സസൈസ് ചെയ്യേണ്ട ആൾക്കാർക്കും എല്ലാവർക്കും അവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, മീനും ആമയും എല്ലാം ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഇങ്ങനെ ഫുൾ ആ അമ്പലത്തിന് റൗണ്ടായിട്ടുള്ള കുളമാണ്, ഈ ഒരു ചെറിയ സ്പേസ് അല്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തേ ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ വീഡിയോ എടുത്ത്. ആമേനെ കണ്ട കുറേ ആമകളുണ്ടേനു. മീനെല്ലാം അങ്ങ് സൈഡിൽ. ഇത് അമ്പലത്തിലേക്കുള്ള എൻട്രൻസാണ് തോന്നുന്നുണ്ട്. ആ മരത്തിൻ്റെ ബാക്കിലായിട്ട് വരും അമ്പലം. കുറേ മരങ്ങളുമുണ്ട്. നല്ല സുഖമാണ് ഇവിടെ വൈകുന്നേരമെല്ലാം പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ. കുറച്ച് ദൂരേ ഉള്ളൂ, ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടത്തേക്ക് വരാൻ. പക്ഷെ പോവാറില്ല, എപ്പോഴെങ്കിലും പോവുള്ളൂ. കുട്ടികളൊന്നെല്ലാം ഭയങ്കര ബിസിയാണ്, കോളേജ്, പഠിപ്പ്, പിന്നെ ഹസ്ബൻഡ് ഗാരേജ്. പിന്നെ എപ്പോഴെങ്കിലും സൺഡേക്ക് ടൈം കിട്ടിയാൽ പോവും അങ്ങനെ. അപ്പോൾ ഇതിലെ കൂടിയെല്ലാം നടന്ന് കളിച്ച് മക്കളെയും വെയിറ്റ് ചെയ്ത് മോനിക്ക് കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ. എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൻ പറയുന്ന കുട്ടിക്ക് മതിയായിട്ടില്ല മെട്രോയിൽ. അപ്പം ഇനി നെക്സ്റ്റ് ടൈം വന്നാൽ കുറേ സമയം പോവാമെന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ കടലാസ് പൂക്കളുണ്ട് കേട്ടോ, എല്ലാ കളറിലുള്ളതുകൊണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണ്, ഇങ്ങനെയൊന്നല്ലേനു ഈ സൈഡ് കാണൂല. അപ്പം നമ്മൾ ആ റൗണ്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് അവിടെ ഇരുന്നില്ലേ. അപ്പോൾ ഇത് ഇയാളെ ഇയാളെല്ലാവരും പോകുന്ന ആളിങ്ങനെ ചെക്കിങ് ആക്കല. അവരെ ബാഗിൽ എന്തൊക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലെടുത്തിട്ട് വരാൻ വിടുന്നില്ല. സെക്യൂരിറ്റി ഗാർഡ്സ് ചീത്ത പറയും. അപ്പോൾ അതൊന്നും. അപ്പോൾ മക്കളെ കുറച്ച് സംസാരം കേട്ടോ. അതിന് ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കണ്ട ഏട്ടാ വല്ലായിരുന്നു പോലെ ഭൂമിൻ്റെ അടിയിലല്ലേ. ആ സണ്ണ് കൊറേ മേലോട്ട് പറഞ്ഞിട്ടില്ല. അത് ഭയ്യ പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ.